പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പേപ്പർ കൊണ്ടുള്ള ഒരു പൂവാണ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. കളർ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ 12 അല്ലികൾ വേണം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലുമുള്ള സമചതുരത്തിലുള്ള പേപ്പർ കഷ്ണങ്ങളാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം സ്കെയിൽ കൊണ്ട് 6 സെൻറ്റിമീറ്റർ മുകളിലേക്കും താഴേക്കും വരച്ച് കൊടുത്ത് 12 ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസും എങ്ങനെയാണ് മടക്കിയെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതിലൊരു സമചതുരം എടുത്തു, സ്ക്വയർ എടുത്തു. അതിനെ ഈ രീതിയിൽ കോണോട് കോൺ മടക്കുക. തിരിച്ച് അതേപോലെ ഒന്നും കൂടി കോണോട് കോൺ മടക്കുക. ഈ കാണുന്ന രീതിയിൽ ഒരു ഭാഗം ഇടത് ഭാഗത്തേക്കും മറുഭാഗം തിരിച്ചും മടക്കുന്നു. രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരേ സൈഡിലേക്ക് മടക്കാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുക ഇതേപോലെ രണ്ട് സൈഡിലേക്കും മടക്കിയെടുക്കുമ്പോഴാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള 12 പേപ്പറുകളും അതേ രീതിയിൽ മടക്കിയെടുക്കാം. മടക്കെല്ലാം ആദ്യം ചെയ്ത് കട്ടിങ് ഒന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സമയം ലാഭിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം 3 കോണുണ്ട്. ഒന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയതുകൊണ്ടാണ് അങ്ങനെ. ഇതിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ വരച്ചിട്ട് ചെയ്യുക. പിന്നെ നന്നായി ചെയ്യുന്ന ആൾക്കാർക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴും ഇത്തരം ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ ഇതേപോലെ വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം 2 ഇതൾ വരുന്ന രീതിയിലാണ് നമ്മൾ ആ മടക്കിൽ മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് കാണാം. ആദ്യം ഞാൻ റൗണ്ട് പോലെ വരച്ചെടുത്തിട്ട് 2 ഇതളുകൾ വരുന്ന രീതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഇതളുകളിലും നമുക്കിതേപോലെ വരച്ചെടുത്തിട്ടോ വരക്കാതെയോ ചെയ്യാം. 1-2 എണ്ണം ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വരയ്ക്കാണ്ട് ചെയ്യാൻ വേണ്ടി കിട്ടും. ഇത് ഞാൻ പൂക്കൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്രെയിമിൽ ഒട്ടിച്ച് ഒരു 3D ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഒട്ടിക്കുന്ന രീതിക്കുള്ള അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലെ വീഡിയോസ് എല്ലാം നോക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പെറ്റൽ ഞാൻ തുറന്നപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ബാക്കിയുള്ള 12 എണ്ണവും നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്നിച്ച് നിവർത്താം. പിന്നെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സമയ ലാഭമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പൂക്കൾ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച ഫ്രെയിം. ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച പൂക്കളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ചിലതിനൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് അറിയുകയില്ല. ഇനി ആണ് നമ്മുടെ ഏറ്റവും ക്ഷമയുള്ള പരിപാടി തുടങ്ങുക. ഇതേപോലെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ സ്കെയിലായാലും മതി. സ്കെയിലിന് പിന്നെ വീതി കൂടുതലായത് കൊണ്ട് ഇതെന്തോ ഒരു സാധനം, എനിക്കിതൊന്ന് ഫോണിൻ്റെ കവറോ അങ്ങനെ എന്തോ വന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാനൊരു ചെറിയ പീസ് മുറിച്ചെടുത്തതാണ് സ്കെയിൽ രൂപേണ കട്ടി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഓരോ ഇതളിൻ്റെയും നടുക്ക് അതിങ്ങനെ വെച്ചിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൂവിൻ്റെ എല്ലാ ഇതളുകളിലും അങ്ങനെ നമ്മൾ സ്കെയിൽ നടുക്ക് വെച്ച് കൈകൊണ്ട് പ്രസ് ചെയ്ത് ആ പാടവിടെ വരുത്തണം. ഒരു 3D ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ 12 അല്ലികൾക്ക് നമ്മളങ്ങനെ ചെയ്തെടുക്കണം. നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. ഈ ആർട്ട് വർക്കുകൾക്ക് താല്പര്യമുള്ളവർക്ക് അതൊരു വലിയ പണിയല്ല. എന്നാലും ശ്രദ്ധാപൂർവം ഓരോ ഇതളിനെയും, അത് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ സ്കെയിൽ പോലെയുള്ള ഭാഗം വെച്ചിട്ട് മാറ്റിയെടുക്കണം. കണ്ടില്ലേ? ഇപ്പോൾ ചെയ്തതും ചെയ്യാത്തതും നമ്മളെ വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ 12 എണ്ണവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇനി വളരെ ഈസിയാണ് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അതിൻ്റെ ബേസായിട്ട് എടുക്കുകയാണ്, ഏറ്റവും അടിയിൽ വെക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഓരോ ലീഫും ഇതേപോലെ ഒന്ന് മടക്കിയെടുത്ത് അതിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് ഒരു ചമ്മന്തി പരുവത്തിനാക്കുക. എന്നിട്ട് സൈഡിൽ പശ ചേർത്ത് ഇനി നമ്മുടെ ബേസായിട്ട് എടുത്ത ഇതളിലേക്ക് നമ്മളിതിങ്ങനെ വെച്ച് ഉടുക്കുകയാണ്. കണ്ടോ? 1 മടക്കി, 2 മടക്കി, 3 മടക്കി, 3 വട്ടം മടക്കണം. ഒന്ന് പ്രസ് ചെയ്യണം. അത് ഒട്ടിക്കാനുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് നമ്മൾ പശ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നേരത്തെ ഒട്ടിച്ചതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മുടെ 12 ഇല്ല, ഒന്ന് നമ്മൾ ബേസായിട്ട് എടുത്തു. ബാക്കി 11 എണ്ണവും നമ്മൾ ഇതേപോലെ ഒന്നിനോടൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം കഷ്ടപ്പെട്ടാലും നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. നമുക്ക് ശരിക്കും ഒരു
ജമന്തി പൂവ് നല്ല ഒറിജിനൽ ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള നല്ല ഭംഗിയുള്ള പൂവാണ് കിട്ടുക. ഈ കളർ പേപ്പറുകൾ ഒരു പേപ്പറിന് 2 രൂപയാണ് എല്ലാ കടകളിലും. കുട്ടികളുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന കടകളിൽ ഇത് കിട്ടും. കളർ A4 ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി, 2 രൂപയുള്ളൂ. പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ പേപ്പറുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ എല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റത്തേത് നടുക്ക് ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പിലേക്ക് അത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചു. ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്, അതാണ് കുറച്ചും കൂടി ഒട്ടാൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി കുറേ കളറിലുള്ള പേപ്പർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിമിലേക്ക് ഇതിനെ ഒട്ടിച്ച് ചേർക്കാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പേപ്പർ നമുക്ക് പൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സ്ക്വയർ ആദ്യം എടുക്കുന്നില്ല. ഞാൻ ഇന്നിപ്പം നിങ്ങളെ കാണിച്ചു തന്നത് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ്. നിങ്ങൾക്ക് വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ 8, 10 ഒക്കെ എടുക്കാം. ചെറിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ 5, 4 എടുക്കാം. അപ്പം പൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന സ്ക്വയറിൻ്റെ അളവ് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഫ്രെയിമിലേക്ക് നമ്മളിനി പൂക്കൾ ഒട്ടിച്ച് ചേർക്കുക, അതിന് തണ്ടും ഇലകളൊക്കെ കൊടുക്കുന്നൊരു വീഡിയോ അടുത്തതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്